സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനൊരു ഗ്യാപ്പ് എടുക്കണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ടൊരു 2-2.5 വർഷമായിട്ടുണ്ടാവും. നിങ്ങൾ ലൈവ് കാണുന്നവരെ എനിക്കിത് അധികം പറഞ്ഞ് ഇതാക്കണ്ട. പക്ഷേ വരാത്തതിൻ്റെയും ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ പറയണമല്ലോ. സിറ്റിയിലോടൊക്കെ ബ്രോ എനിക്ക് പ്രയോറിറ്റി ഉണ്ട്, ഞാൻ പെട്ടെന്ന് കയറിക്കോളും. അപ്പോൾ ഒരു 2-2.5 വർഷം മുമ്പ് ഇത് തുടങ്ങിയത്. അന്നേ ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞായിരുന്നു, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ഇനി വരുന്നതിൽ സൊസൈറ്റിയിലുള്ള ഓരോരുത്തരും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണെന്ന് ഞാൻ അന്ന് നിങ്ങൾ ലൈവ് കാണുന്ന കുറച്ച് പേരെടുത്ത് പറഞ്ഞായിരുന്നു. ഇപ്പം ഇത് അഡ്രസ്സ് ചെയ്തതിപ്പം ആ വീഡിയോ ഞാൻ സത്യം പറയാലോ, അതൊരു റീച്ചിന് വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ 2-2.5 വർഷം മുമ്പ് 2 വർഷം മുമ്പ് തുടങ്ങിയതാണ്. എൻ്റെ ഫാമിലിക്ക് നേരെയും എൻ്റെ കൂട്ടത്തിലുള്ളവരുടെയും, അതായത് എല്ലാവരുടെയും, എൻ്റെ ഈവൻ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധമില്ലാത്ത എൻ്റെ ചേച്ചിയുടെ വരെ ഇതിനകത്ത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ആയിക്കോട്ടെ, ഈ പറയണത് പോലെ നമ്മുടെ സർക്കിളിലുള്ള പെൺകുട്ടികളായിക്കോട്ടെ, ഇപ്പൊ ബ്രൈറ്റ് ഫോക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എനിക്ക് റിയൽ ലൈഫിൽ അത്രയും ബന്ധവും ഇതുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഓരോ വട്ടം നമ്മളെ മീറ്റ് ചെയ്യാൻ വരുമ്പോഴും ഞങ്ങളുടെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ 2-2.5 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഡിസ്കഷനിൽ വരുന്ന ഒരു കാര്യമാണ്. അവളെപ്പോഴും ഇതിൻ്റെ പേരിൽ ഡിപ്രസ്ഡാണ്. അലീന ആയിക്കോട്ടെ, ഇങ്ങനെ കുറേ പേരുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ ശരിയാവത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും, ഇത് പബ്ലിക്കിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഗൈസ് ഉറപ്പായിട്ടും ഇത് അവരെയും കൂടെ ബാധിക്കുന്ന കാര്യമാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം അവരുടെ അടുത്തുനിന്ന് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കത് കിട്ടത്തില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ചെയ്യാൻ വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഈ പറയുന്ന അമ്മമാരുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ വീഡിയോയും ഫോട്ടോയും മുഖം ബ്ലർ ചെയ്തും മുഖത്ത് കുത്തി വരച്ചും എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും ഇതുള്ള കണ്ടന്റുകളൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഇത് ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ ടേക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അത് അത്രയും റിസ്ക് എടുത്ത് ഞാൻ എൻ്റെ ഇത്രയും കഴിഞ്ഞ 7 വർഷമായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നൊരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തത് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറയണത് എനിക്ക് അമ്മയുടെ അടുത്തൊന്നും പറയാനില്ല. എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാനില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അതിനകത്ത് വന്ന കമന്റ് സെക്ഷനിൽ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം. സത്യം പറയാലോ, അതിനകത്തുനിന്ന് വന്ന ഫീഡ്ബാക്ക്, കുറേ ടീച്ചർമാർ എനിക്ക് മെസ്സേജ് അയച്ച്, കുറേ അമ്മമാരെനിക്ക് മെസ്സേജ് അയച്ച്, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച്, മോനെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഞങ്ങളെ അറിയിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര്. അതെനിക്കൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ 2 വീഡിയോസ് ഇടുന്നതിന് മുമ്പ് ഞാനൊരു പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടിന് എനിക്ക് 1.5 മില്യൺ വ്യൂസ് ഉണ്ട്. അത്രയൊക്കെ മതി, തൽക്കാലം അത്രയൊക്കെ വ്യൂസ് മതി. ആ വ്യൂസ് കൊണ്ടൊക്കെ ഇത്രയും നാൾ ജീവിച്ചില്ലേ, അതൊക്കെ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് വ്യൂസ് കൗണ്ട് കൂട്ടാൻ ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തതല്ല ഗൈസ്. ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 2-2.5 വർഷമായിട്ട് എൻ്റെ വൈഫ് പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ഇവന്മാർ, നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതൊക്കെ ഇപ്പോൾ പറയണമെന്ന് തോന്നി. അതായത് എൻ്റെ വൈഫിൻ്റെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബാബുവിനെ കൊണ്ടൊരു ഗിഫ്റ്റ് കൊടുപ്പിച്ചായിരുന്നു. ആ ഗിഫ്റ്റിനകത്ത് അവള് വീട്ടിൽ അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊടുത്തൊരു സാധനം. അവൾക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലായി? അവൾക്ക് അങ്ങനെ ആൾ വരുന്നുണ്ടെന്ന് തോന്നും. അപ്പോൾ അവൾ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിലാണ് നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ടിരിക്കുന്ന ആ ഫോട്ടോ വരെ ഈ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ട് അവളുടെ അത് കണ്ടോടാ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്തവന്മാരുണ്ട്, മനസ്സിലായ? ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ അന്നേരം ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഓരോരുത്തർ പറയും, നീ വീഡിയോ ഇട്ടിട്ടല്ലേടാ, അല്ലെ അവർ വീഡിയോ ഇട്ടിട്ടല്ലേടാ എന്ന് പറയണ ഇതുണ്ട്. ഇതെല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ ഗ്രൂപ്പിലും ഉണ്ട് ഇതൊക്കെ. ഇത് ഒരാളും 2 ആളും ഒന്നുമല്ല, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം പറയാൻ പോണ ഒരു ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പറഞ്ഞുതരാം. ഇത് അക്ഷരം തെറ്റാതെ വന്നിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാം. എല്ലാവരും ഇനി അടുത്തത് പറയാൻ പോകണമെന്ന് അറിയോ, ഇത്രയും വലിയൊരു നമ്മുടെ പബ്ലിക്കായിട്ട് എത്രയും ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ട് പോലും ഈ അഡ്രസ്സ് ചെയ്തതിനെ പറ്റി ആയിരിക്കത്തില്ല ഇനിയുള്ള ഇവിടുത്തെ കുറേ ലീച്ച് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ വീഡിയോ ചെയ്യാൻ പോകണത് ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇവൻ ലൈവിലൊക്കെ തെറി പറയണമല്ലേ, അതിൻ്റെ റിട്ടേൺ ബാക്ക് ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഡിസ്കഷൻ. നിങ്ങൾ എഴുതി വെച്ചോ. നമ്മളൊരു കാര്യം അഡ്രസ്സ് ചെയ്തതിനെ പറ്റി ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. ഇവൻ തെറി പറഞ്ഞത് ഇവൻ്റെ തെറി ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പുതിയ കുറേ എണ്ണം വരും. ഇപ്പം തന്നെ കുറേ എണ്ണത്തിന് ഞാൻ കാണുന്നുണ്ട്, ഇപ്പം തന്നെ വരും. ഗൈസ്, ഞാനിവിടെ ആരെയും ഡെയിലി ലൈവിനകത്ത് വന്നിരുന്ന് നേരെ വന്ന് തള്ളക്കി വിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും ഒന്നും ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ട്രിഗർ മൂമെൻറ്റിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് പലവട്ടം. എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള മൂമെൻ്റ് ഉണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയാനില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ ഇതാണോ യൂസ് ചെയ്യണത്? എൻ്റെ ചോദ്യം അതാ. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക എന്ന് പറയണത്
അതിനൊന്നും പറയാനില്ല. ഇതൊക്കെ ഇതൊക്കെ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ ഇതിന്റെയൊക്കെ വിഷമവും ഇതിന്റെയൊക്കെ ഇന്റൻസിറ്റി മനസ്സിലാവത്തുള്ളൂ. അപ്പോഴത്തേക്കിന് വരും അപ്പോഴത്തേക്കിന് വരും അയ്യോ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ബ്രോ, ഇതെങ്ങനെയാണ്, ഇതെന്താ ചെയ്തത്, എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരും. ഞാൻ നിങ്ങളടുത്ത് പറയാം, അടുത്ത വരാൻ പോണ അതാണ്. അല്ലാതെ ഈ ഫെയിം കൊണ്ട് കാര്യമില്ല ഗൈസ്, ഈ ഫെയിം കൊണ്ട് ഒരു കാര്യമില്ല. ഈ ഫെയിമൊക്കെ എത്ര ദിവസം നിൽക്കുക എന്നാണ്. ചിലപ്പോൾ ഇതിന്റെ ഒരു ഇഷ്യൂ കഴിയുമ്പോഴത്തേക്കിന് ഇത് പോകും. RP കയറി. ഞാൻ കുറേ നേരമായിട്ട് പറയാണ് ഷാഹിൽ ബ്രോയെ, ഞാൻ എൻ്റെ കീബോർഡ് എൻ്റെ കയ്യിലായിരിക്കുന്നത്, ബ്രോയുടെ കയ്യിലല്ല. ഞാൻ കറക്റ്റ് സമയത്ത് അതിനകത്ത് ഞെക്കി കയറിക്കോളാം, എനിക്കറിയാം, ഞാൻ കയറിക്കോളാം, അങ്ങ് പഠിപ്പിക്കേണ്ട, ഞാൻ കയറിക്കോളാം. ഞാൻ പറഞ്ഞ് ഞാനൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പുറകിലിരിക്കുക, അതുകൊണ്ട് പറയുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ എന്ത് വേണേ പറയാം, എനിക്ക് കുഴപ്പമില്ല. ഇൻ കേസ് അങ്ങനെ എടാ ഈ തെറി പറയണത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല ഗൈസ്, ശരിയാ. പിള്ളേരൊക്കെ കാണുന്നുണ്ടാവും, കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പബ്ലിക്കലി പെട്ടെന്ന് ട്രിഗർ ആകുമ്പോൾ അത് മിസ്റ്റേക്ക്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ വന്ന് ഞാൻ ലൈവിൽ അത് പബ്ലിക്കായിട്ട് പറയാറുണ്ട്, അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണെന്ന്. പക്ഷെ ഞാൻ ടുവേർഡ്സ് ദ സ്ട്രീം തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ തള്ളക്കി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീമർ അല്ല ഞാൻ. അങ്ങനെ സ്ട്രീം ചെയ്യാറില്ല, ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വന്ന് നമ്മുടെ അകത്ത് OC ടോക്കൊക്കെ വന്ന് ഡ്രാഗായി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ തെറിവിളിയിലോട്ട് പോകുന്നത്, മനസ്സിലായോ? ബട്ട് സ്റ്റിൽ ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ഇങ്ങനത്തെ ഒരു സാധനം വന്ന് പറയാൻ വേണ്ടിയിട്ട് നീ തെറി വിളിച്ചവനല്ലേ എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു ഇതുമില്ല. അത് അങ്ങനെയല്ല, ആ ഒബ്ജക്ഷൻ എനിക്ക് പ്രശ്നമുണ്ട്. ഒരു കാര്യം പബ്ലിക്കലി ഇത്രയും പേരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വന്ന് പറയുമ്പോൾ അത് പറഞ്ഞ് ഇതാക്കാൻ. പക്ഷെ ഇവരൊന്നും മനുഷ്യന്മാരല്ലെന്ന് ഞാൻ ആലോചിക്കണ ഗൈസ്. ഇതിന്റെ ഇൻ ടു ദ ഡീപ്പ് ഞാൻ കുറെ സാധനങ്ങൾ വന്നപ്പം ഇത് ഇൻസ്റ്റഗ്രാം, ഇത് ടെലഗ്രാം മാത്രം ബാൻ ചെയ്തുകൊണ്ടൊന്നും ഒരു കുന്തോ ഇവിടെ നടക്കാൻ പോകുന്നില്ല. ടെലഗ്രാം മാത്രമൊന്നും അല്ല, ഇത് ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഇത് റെഡിറ്റിലുണ്ട്, ഇത് ഡിസ്കോഡിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതൊന്നും ബാൻ ചെയ്യുന്നതല്ല നമ്മുടെ സൊല്യൂഷൻ. ഇത് കുറച്ച് കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ വേറെ ഇതൊന്നും ബാൻ ചെയ്യണമല്ല. ഇതൊക്കെ ബാൻ ചെയ്താൽ നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ബാക്കി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ വാട്സപ്പ് ചാനൽസ് ഉണ്ട്, വാട്സപ്പ് ബാൻ ചെയ്യണോ? വാട്സപ്പ് ചാനൽസ് ഉണ്ട്, വാട്സപ്പ് ബാൻ ചെയ്യണോ? വാട്സപ്പ് ഒന്നും ബാൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് എങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയസും നിങ്ങൾ എങ്ങനെ ബാൻ ചെയ്യും? ഇത് ബാൻ ചെയ്യുന്നതല്ല, ഇത് റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ് സാധനം. അല്ലാതെ ഇത് ബാൻ ചെയ്യുന്നുണ്ടോ ഇതൊന്നും ഇതാക്കുന്നുണ്ടോന്നും അല്ല കാര്യം. പോലീസ് എന്താ പറഞ്ഞു ബ്രോ, കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ സൈബർ ഇതിന്റെ ഹെഡിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നു. ആൻഡ് അവരെൻ്റെ എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്തു. ഞാൻ എല്ലാ ഡേറ്റാസും ഹാൻഡ് ഓവർ ചെയ്തു. ഏകദേശം ഒരു 10-13 പേരുടെ ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആൻഡ് ബാക്കിയൊക്കെ ഇനി അവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്, അവർ ഇതാക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോൾ എന്നെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബാക്കി വേറെ ഒരു കേസും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് വെളിയിൽ പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ അത് കറണ്ട്ലി പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. അത് ഞാൻ വഴിയെ അതിൻ്റെ അപ്ഡേറ്റ് തരാം. സോ എനിക്ക് ഇപ്പോൾ കറണ്ട്ലി ബാക്കിയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ആൾക്കാരുടെ അടുത്ത് മറുപടി പറയാൻ താല്പര്യമില്ല. അത് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അതായത് ഞാനിപ്പോൾ പറയണം, ഞാൻ ടുവേർഡ്സ് ദ ലൈവ് ടോക്സിസിറ്റി യൂസ് ചെയ്യുന്ന ഒരാളാണെന്നെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ 8 വർഷമായി സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു അലിഗേഷൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഇപ്പോഴും നമ്മുടെ ലൈവ് കാണുന്ന ഒരുപാട് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ബട്ട് സ്റ്റിൽ കാണുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പറയണ തെറിവുകളുടെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. ഇവൻ എൻ്റെ അച്ഛനും അമ്മയും പോലും എപ്പോഴും വഴക്ക് പറയണ കാര്യം അതാണ്, മനസ്സിലായ എൻ്റെ അടുത്ത്. അപ്പോൾ അത് തെറ്റാണ്, അത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും വാദിക്കില്ല, അത് തെറ്റാണ്. പക്ഷേ അത് അങ്ങനെ ചെയ്യണതല്ല, കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്ന സമയത്ത് പറ്റിപ്പോകാനായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് എനിവേ ഇതിൻ്റെ ഒരു അവസാനം കിട്ടുന്നത് വരെ, ഇതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു നീതി കിട്ടുന്നത് വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അത് ഞാൻ ഒരു സംശയമില്ല ഗൈസ്. ഞാൻ ഇനി എന്തൊക്കെ ഇതാക്കണം. അപ്പം എനിക്ക് ഞാൻ ഈ ഒരു കുറച്ച് ഗ്യാപ്പ് എടുത്തത് അതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ഗ്യാപ്പുകൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. എന്താ അപ്പോൾ അവളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ലടാ, അവളൊക്കെയാണ്. ലൈക്ക് ഇതിപ്പോ കുറെ നാളായില്ലടാ, ഫേസ് ചെയ്ത് ഒരുപാട് നാളായി, മനസ്സിലായി. അതുകൊണ്ട് ഇതിനോടിപ്പോൾ അവൾ അഡാപ്റ്റീവ് ആയി തുടങ്ങി. എന്ന് കരുതി ഇതാക്കണം. പിന്നെ ഇന്ന് വിളിച്ച് സംസാരിച്ചവനെ പോലും അവൻ എൻ്റെ അടുത്ത് കരഞ്ഞു കാല് പിടിക്കുക, ബ്രോ പറ്റിപ്പോയതാണ്, എനിക്ക് കൂട്ടുകാരില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് കൂട്ടുകാരില്ല അതുകൊണ്ടാണ്, അതാണ് ഇതാണ് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞ.
അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ദേവിടെ ഇവിടെ ഉണ്ടോ? ദേവിടെ ഇവിടെ ഉണ്ട്, താഴെയുണ്ട് സത്യം, ഇവിടെ വീട്ടിലുണ്ട്. ഓരോരുത്തന്മാർ ഓരോന്ന് പറഞ്ഞു വലിപ്പിക്കുന്ന കേൾക്കുമ്പോ കുഞ്ഞിനെയൊക്കെ ലൈവ് കാണിക്കാൻ പേടിയപ്പോ എനിക്ക്. പറയാതിരിക്കാൻ വയ്യ. എനിവേ അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇനി അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് കേൾക്കാം.